എന്തൊക്കെ ഓർമ്മകളാണ് നമുക്ക് കലോത്സവവുമായി ബന്ധപ്പെട്ടുള്ളത്. വർഷം 2003, 2004 കലോത്സവ വേദികളിൽ നിറസാന്നിധ്യമായിരുന്ന സുഹൃത്തുക്കൾ. ഒരേ സ്കൂളിൽ പഠിച്ച ഇരുവരും തുടർച്ചയായി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കലാപ്രതിഭകളും ആയി. 2 പതിറ്റാണ്ടുകൾക്ക് ശേഷം ഇവർ വീണ്ടും കലോത്സവ വേദിയിലെത്തി. സുഹൃത്തുക്കളെ, കലാസ്നേഹികളെ, 2003, 2004 വർഷങ്ങളിൽ കലോത്സവ വേദികളെ പ്രകമ്പനം കൊള്ളിച്ച ഒറ്റ ചങ്ങാതിമാരായ കലാപ്രതിഭകൾ 23 വർഷങ്ങൾക്ക് ശേഷം കലോത്സവ വേദിയിൽ. ഏതോ വാർമുകിലിൻ കിനാവിലെ മുത്തായി നീ വന്നു ഓമലേ, ജീവനിൽ അമൃതേകാനായി വീണ്ടും. 2003 ഞാനായിരുന്നു സംസ്ഥാന കലാപ്രതിഭ. 2004 ഞാനായിരുന്നു. എന്താ വെച്ചാൽ നമ്മൾ ഒരേ സ്കൂളിൽ പഠിച്ചു എന്നുള്ള ഏറ്റവും നമ്മുടെ ഇവിടെ തൃശ്ശൂർ CMS സ്കൂളിൽ അത് ഒരു സ്കൂളിലും കിട്ടാത്തൊരു റെക്കോർഡാണ്. 2 വർഷം തുടർച്ചയായിട്ട് അതും സംസ്ഥാനത്ത് കലാപ്രതിഭ ടൈറ്റിൽ എനിക്ക് തോന്നുന്നു കലാപ്രതിഭകൾ സംസ്ഥാനത്തിൽ. അതിൽ ആയ 2 പേരും ഒരേ സ്കൂളിൽ ഒരേ ഡിവിഷനിൽ ഒരേ ക്ലാസ് മാഷ് നമ്മുടെ ഗോപിനാഥ മാഷ് സ്കൂളിൽ നിന്ന് തന്നെ നല്ല കോമ്പറ്റീഷൻ ആയിരുന്നു. ഞാൻ ഡോക്ടറാണ്, ഞാൻ അനസ്തീഷ്യ ഡോക്ടറാണ്. ശ്രീരാഗ് ഞാൻ തന്നെ നമ്മുടെ കലാ സൗകര്യം തുടർന്നുകൊണ്ടിരിക്കുന്നു. എഞ്ചിനീയറിംഗ് ആണ് കഴിഞ്ഞത്. പിന്നെ ഒരുപാട് സോഷ്യൽ മീഡിയകൾ ഇഷ്ടംപോലെ ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ മീഡിയയുടെ ഒരു കുറവായിരുന്നു, വളരെ ചുരുക്കമായിരുന്നു മീഡിയകളും അതുപോലെ തന്നെ പത്രങ്ങളും ഒക്കെ. അങ്ങനെ അത് തന്നെ നമുക്ക് വലിയൊരു അല്ലേ, അങ്ങനെ ചെറിയൊരു ഇത് കിട്ടിയ തന്നെ വലിയൊരു കാര്യമാണ്. മായൈ നടിത്ത് വന്ന് വള്ളിയേ അണൈந்த നായകനെ ശൂലധരനെ മുരുക, മായൈ നടിത്ത് വന്ന് വള്ളിയേ അണൈந்த നായകനെ ശൂലധര. പ്രചോദ് പുലർച്ചെ പ്രസന്ന വേഷം 1 മണിക്കൂർ ഇറങ്ങി. എനിക്ക് 2004 ജനുവരി 20 ആയിരുന്നു ആദ്യത്തെ ഇവന്റ് ആയിരുന്നു. തുടങ്ങി വന്നപ്പോൾ രാത്രിയായി 10 മണി സമയമൊക്കെ ആയി. പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ദിവസം പ്രോഗ്രാമിന് പങ്കെടുക്കേണ്ടതാണ് ഭരതനാട്യം. അപ്പോൾ അതിലോട്ട് വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഒരു 2 മണിക്കൂറോ 2 മണിക്കൂറോ ഗ്യാപ്പ് നമുക്ക് കിട്ടിയില്ല ഉറങ്ങാൻ വേണ്ടിയിട്ട്. അതെല്ലാം മറക്കും. എൻ്റെ ഒരു ലാസ്റ്റത്തെ സ്റ്റേറ്റ് പോക്കൊരു വളരെ ഇമോഷണൽ ആയിരുന്നു. കാരണം ഞാൻ പോകുന്നതിന് തൊട്ട് തലേദിവസമാണ് എൻ്റെ അച്ചാച്ചൻ മരിക്കുന്നത്. അന്ന് രാത്രി വളരെ വൈകിട്ടാണ് പോകുന്നത്. പെട്ടെന്ന് പോകുന്നു, തീരുമാനിക്കുന്നു, പോകുന്നു. പുലർച്ചെ 2:30-3 മണിക്ക് ആലുവ എടുത്തുന്നു. 9 മണിക്ക് ഞാൻ ഭരതനാട്യത്തിന് സ്റ്റേജിൽ കയറണം. അപ്പോൾ തലേദിവസം ഒരു ഭരണ വീട്ടിൽ നിന്ന് പോകുന്ന ഒരു സംഭവം അത് വളരെ ഒരു മനസ്സിലാണ്. 2 പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഇതേ വേദികളിൽ ചിലങ്ക കെട്ടിയും വേഷം പകർച്ചകളാടിയും കാണികളുടെ മനസ്സ് കീഴടക്കിയവർ. കാലം മാറിയെങ്കിലും കലയോടുള്ള അടങ്ങാത്ത അഭിനിവേശം ഇവർക്ക് ഇന്നുമുണ്ട്. അന്നത്തെ പ്രതിഭകൾ ഇന്ന് മടങ്ങിയെത്തുമ്പോൾ കലോത്സവം കേവലം ഒരു മത്സരം മാത്രമല്ല, മനോഹരമായ ഒരു ഓർമ്മ പുതുക്കൽ കൂടിയാണ്. ക്യാമറമാൻ പ്രേം ശശിക്കൊപ്പം സ്നേഹാമോൾ നൈനാൻ, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.